ചരിത്രപ്രസിദ്ധമായിരിക്കുന്ന കുത്തുബ് മിനാറിൻ്റെ തകർച്ചയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. പ്രൗഢിയോടെ ഗാംഭീര്യത്തോടു കൂടി 600-ലധികം വർഷം ഇന്ത്യ ഭരിച്ച മുഗള ചക്രവർത്തിമാരുടെ ചരിത്രപരമായ ശേഷിപ്പുകൾ വളരെ കൃത്യതയോടുകൂടി സംരക്ഷിക്കാൻ സാധിക്കാത്തതിൻ്റെ പൂർണ്ണമായ ചിത്രങ്ങൾ നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഏറ്റവും വലിയ പുരാവസ്തു നിർമ്മാണങ്ങൾ നടത്തപ്പെട്ടത് മുഗൾ ചക്രവർത്തിമാർ രാജ്യം ഭരിക്കപ്പെട്ട സമയത്തായിരുന്നു. ഇന്നിത് വേണ്ട വിധം സംരക്ഷിക്കാൻ കഴിയാത്ത വിധം അതിൻ്റെ തകർച്ച ആരംഭിച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഓരോരോ ദിവസങ്ങളും ലോകത്തിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നും ഈ സ്ഥലം സന്ദർശിക്കുന്നത്. ദശകോടികളുടെ വരുമാനമാണ് വർഷാന്തം സർക്കാരിന് ലഭ്യമാകുന്നത്. എന്നിരുന്നിട്ടും ആ പണം ഉപയോഗിച്ച് പോലും ഈ സൗധങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണ്. സുപ്രധാന ഗേറ്റിൻ്റെ കിഴക്ക് ഭാഗവും വടക്ക് ഭാഗവും തകർന്ന നിലയിലാണ് കാണപ്പെടുന്നത്. സംരക്ഷണ പ്രവൃത്തികളൊന്നും ഈ ഭാഗങ്ങളിൽ നടക്കുന്നില്ല. നിത്യേന വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കണക്കാക്കാൻ സാധിക്കാത്ത വിധം കാണാൻ വേണ്ടി സാധിക്കും. പ്രൗഢിയോടെ രാജ്യം ഭരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിച്ച മുഗൾ സാമ്രാജ്യത്തിൻ്റെ പ്രധാന പ്രവേശന കവാടത്തിലേക്കുള്ള വഴികളാണ്, പ്രധാന പ്രവേശന കവാടത്തിൻ്റെ ഭാഗങ്ങളാണ് തകർന്ന നിലയിൽ കാണപ്പെടുന്നത്. കുത്തുബ് മിനാർ ചരിത്രപ്രസിദ്ധമായ വാസ്തുശില്പ നിർമ്മാണ പ്രവൃത്തിയുടെ എല്ലാ കാലത്തും തിളങ്ങി നിൽക്കുന്ന നിർമ്മാണ പ്രവൃത്തിയാണ്. അറുന്നൂറ് വർഷം പഴക്കമുണ്ടായിട്ടും അതിൻ്റെ അടിത്തറയ്ക്കോ ചുവരുകൾക്കോ വിള്ളൽ വരാത്ത വിധം ഈ കവാടങ്ങൾ സമൃദ്ധമാണെങ്കിൽ അവരുടെ നിർമ്മാണ പ്രവൃത്തിയെ അംഗീകരിക്കാതെ പറ്റില്ല. ചരിത്രത്തിൻ്റെ തകർച്ച നമ്മൾ കാണാതെ പോകരുത്. ടൂറിസ്റ്റുകളിൽ നിന്ന് വാങ്ങുന്ന പണത്തിൻ്റെ 25% ചെലവഴിച്ചാൽ പോലും സമൃദ്ധമായി ഈ സ്മാരകത്തെ സംരക്ഷിക്കാൻ സാധിക്കും. ഗാംഭീര്യതയുടെ തിളക്കമാർന്ന അറബ് വാചകങ്ങൾ കൊണ്ട് ഉല്ലേഖനം ചെയ്യപ്പെട്ടത് ഇപ്പോഴും ശേഷിപ്പായിട്ട് തകരാതെ നിലനിൽക്കുന്നു.
കുത്തുബ് മീനാറിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ ചുവരുകളാണ് ഈ കാണപ്പെടുന്നത്. എല്ലാ ഭാഗങ്ങളിലും ഖുർആൻ്റെയോ അറബിയുടെയോ ലിഖിതങ്ങൾ എഴുതിവെക്കപ്പെട്ടിട്ടുണ്ട്. ചിലതൊക്കെ വീയാൻ പാകത്തിൽ എത്തിയിരിക്കുന്ന പോലെ തോന്നുന്ന സ്ഥിതിയിലാണ്. സെപ്റ്റിപ്പിൻ്റെ വൈദഗ്ധ്യം തെളിയിക്കപ്പെടുന്ന തൂണുകളാണിതെല്ലാം. കല്ലിന്മേൽ കല്ല് ചാരി വെച്ച് അത് പാകത്തിൽ മുറിച്ചെടുത്ത് അതിൻ്റെ മേലെ മറ്റ് സ്തൂപങ്ങൾ സൃഷ്ടിച്ച് അങ്ങനെ ഒരു പൂർണ്ണത ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ എവിടെയും സിമൻറ്റോ മണലോ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രവൃത്തികളും കാണുന്നില്ല. തകർച്ചയുടെ ശിലാഫലകങ്ങളായി കുത്തുബ് മീനാറിൻ്റെ ഭാഗങ്ങളെല്ലാം നിലനിൽക്കുന്നതിൻ്റെ രക്തസാക്ഷികളാണ് ഈ കമാനങ്ങളെല്ലാം. ഒരു കാലത്ത് പ്രൗഢിയോടുകൂടി ഈ മഹാരാജ്യം ഭരിച്ച് സമൃദ്ധമാക്കിയ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ശേഷിപ്പുകൾ കൂടി തകർച്ച ഉണ്ടാകുന്നതോടെ ചരിത്രപരമായി അവർ ചരിത്രരേഖയിൽ നിന്ന് മാഞ്ഞു പോവുകയാണ് ചെയ്യുക. പാലം നിർമ്മിച്ച് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ തകർന്ന് വീഴുന്ന ഒരു രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതേ രാജ്യത്തിൻ്റെ ഡൽഹി ഭാഗങ്ങളിൽ ചരിത്ര സൂക്ഷിപ്പുകൾ ഇന്നും ജീവനോടെ കൊത്തിവെക്കപ്പെട്ട രീതിയിൽ നിലനിൽക്കുന്നു. 600-600-ലധികമോ വർഷം പഴക്കമുള്ള സൃഷ്ടിപ്പുകൾക്ക് വല്ലാതൊന്നും തകർച്ചയില്ലാതെ നിലനിൽക്കുന്നു എങ്കിൽ അവരുടെ സൃഷ്ടി വൈദഗ്ധ്യം ലോകോത്തര നിലവാരത്തിലുള്ളത് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സൃഷ്ടിപ്പ് വൈദഗ്ധ്യമായിരിക്കും. തകരാൻ അല്പാൽപ്പം ബാക്കിയുള്ളതാണ് ഇതെല്ലാം. ചരിത്ര നിർമ്മിതികളെ അടയാളപ്പെടുത്തുന്ന കുത്തുബ് മീനാറിൻ്റെ ഭാഗങ്ങളിലൂടെ ചിത്രങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.